ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് കാസിയോയുടെ FX991MS എന്ന് പറഞ്ഞ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പല സീരീസുകളിലൊക്കെ കിട്ടുന്നൊരു ഓപ്ഷനാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ഡിഫറൻഷിയേഷൻ നമുക്ക് ഏത് രീതിയിൽ നമ്മളെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. d/dx ഓഫ് 3x² ആണ് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് മാനുവലി സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ x² ഡെറിവേറ്റീവായിട്ട് 2x ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് 3 × 2x കിട്ടും. ശേഷം അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് 6x കിട്ടും. അപ്പോൾ നമുക്ക് d/dx ഓഫ് 3x² കാണുമ്പോൾ ഔട്ട്കം ആയിട്ട് 6 × x ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഇവിടെ കാൽക്കുലേറ്ററിലൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ d/dxൻ്റെ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ, അതായത് ഈ ഒരു d/dx എന്നൊരു ഫംഗ്ഷൻ എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം ഇൻ്റഗ്രൽ dxൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് എനബിൾ ആയിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ഇൻ്റഗ്രൽ dxൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് d/dx എന്ന് കാണാൻ പറ്റും. അപ്പോൾ d/dx പിങ്ക് കളറിൽ യെല്ലോ കളറിൽ എഴുതിയതുകൊണ്ടാണ് നമുക്കവിടെ ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം ഇൻ്റഗ്രൽ dxൻ്റെ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം നമുക്കിവിടെ d/dx കിട്ടി. അതിനുശേഷം ഹാഫ് ബ്രാക്കറ്റ് വന്നു. ഇനി നമുക്കിവിടെ നമ്മളെ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഫംഗ്ഷൻ നമുക്ക് 3 × x² ആണ്. അപ്പം x3 ഇട്ട് കൊടുത്തു. ശേഷം x എന്നുള്ളൊരു ടേം എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആൽഫ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹാഫ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കാരണം x എന്ന് പിങ്ക് കളറിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ x എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൽഫ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ശേഷം നമുക്കിവിടെ സ്ക്വയർ ഇട്ട് എടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിവിടെ ഈക്വൽ അടിച്ച് കൊടുത്താൽ നമുക്ക് സിൻടാക്സ് എറർ എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ഡിഫറൻഷിയേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല? കാരണം കാൽക്കുലേറ്ററിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ആൻസർ കാൽക്കുലേറ്ററിലെ കൂടെ നമുക്ക് ന്യൂമറിക്കൽസ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് അതായത് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ ഔട്ട്കം കിട്ടുന്നത് ഒരു വാല്യൂസ് ഉണ്ടാവും. അതായത് വാല്യൂസ് നിർബന്ധമായിട്ടും വേണം. പക്ഷേ ഇവിടെ 6 × x എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കിട്ടത്തില്ല ഔട്ട്കം. കാരണം എന്താ? അവിടെ x ഒരു വേരിയബിളാണ്. കാരണം വേരിയബിൾസിനെ റീഡ് ചെയ്യാനുള്ള ശേഷി നമ്മളെ കാൽക്കുലേറ്റേഴ്സിന് ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സിന് ഒരു പ്രത്യേകത ആയിട്ടുള്ള ഒരു വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്കം കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ കിട്ടത്തുള്ളൂ. അതാണ് അതായത് കാസിയോടെ അല്ല, ഏത് കാൽക്കുലേറ്ററിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഇൻ്റഗ്രേഷൻ അല്ല ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പം നമ്മൾ എക്സ് എന്നുള്ള, അതായത് വേരിയബിൾ ഉണ്ട്, ക്വസ്റ്റ്യനിൽ വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിന് ഒരു വാല്യൂ ഡിഫൈൻഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഔട്ട്കം നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വേരിയബിൾ കിട്ടുന്ന വിധത്തിൽ അതിൻ്റെ ഔട്ട്കം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ 4 ആയിട്ട് എടുത്താൽ ഫൈനൽ നമുക്ക് 6 × 4 = 24 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ d/dx എനബിൾ ചെയ്തു. ശേഷം 3 പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ x എനബിൾ ചെയ്ത് കൊടുക്കുക. x എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഹാഫ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് x എനബിളായി. അതിനുശേഷം നമുക്ക് സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ എന്നുള്ളൊരു ഓപ്ഷൻ യൂസ് ചെയ്യുക. ഒരിക്കൽ കോമ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 4 എന്നുള്ള, അതായത് എക്സിൻ്റെ വാല്യൂ ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ 4 ആണ് എടുത്തത്. 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. 4 ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുത്തെ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈക്വൽ പ്രസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും കാൽക്കുലേറ്റർ അതിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം കാണിച്ചു തരും. കാരണം കാൽക്കുലേറ്ററിന് അറിയാം നമ്മളിവിടെ എക്സ് എന്നുള്ള ആ ഒരു വാല്യൂവിന് 4 എന്നുള്ളൊരു, അതായത് എക്സ് എന്നുള്ള ഒരു വേരിയബിളിന് 4 എന്നുള്ളൊരു വാല്യൂ ആണ് കൊടുത്തതിന് കാൽക്കുലേറ്ററിന് റീഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്കം 24 എന്ന് കിട്ടി. നമുക്കിവിടെ ആ വേരിയബിളിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കാം. 3 കൊടുക്കാം. 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 18 എന്നുള്ളൊരു ആൻസറാണ്. നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളെന്താ വേണ്ടി വെച്ചാൽ ഇവിടെ 4ന് പകരം എന്ത് കൊടുക്കുക, 3 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ d/dx എനബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ എഴുതി കൊടുക്കുക. 3x² എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ആൽഫ പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു വേരിയബിൾ ആ ഒരു ഹാഫ് ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ നമുക്ക് x കിട്ടി. ശേഷം x², അതിനുശേഷം കോമ ഇട്ട് കൊടുത്തതിന് ശേഷം എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈക്വൽ അടിച്ചാൽ നമുക്ക് ആൻസർ 18 തന്നെ കിട്ടി. അപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ഒരൊറ്റ പ്രത്യേകത വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഡിഫറൻഷിയേഷനിൽ നമുക്ക് ആ ഒരു ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ഫംഗ്ഷനിലെ ആ ഒരു വേരിയബിളിന് തീർച്ചയായിട്ടും ഒരു വാല്യൂ ഡിഫൈൻഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്കം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ യൂസസ് വെച്ചാൽ എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു d/dx നമുക്ക് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാം. അതായത് ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ മാത്രം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ കൂടെ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടന്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.